നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കറിവേപ്പില, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കായം, പിന്നെ കടലമാവ്, ഈ ഒരു ചെറിയ കപ്പ് ഗോതമ്പ് പൊടി ആണ് എടുക്കുന്നത്. ഇത് ഒരു ഉള്ളി മുറിച്ചിട്ടതാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഒന്ന് അടിച്ചെടുക്കാം. പച്ചമുളക് തണ്ട് കളഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇടാം. ഇഞ്ചി പക്ഷെ അങ്ങനെ ഇട്ടാൽ അടിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇഞ്ചി ചെറുതായിട്ട് തന്നെ മുറിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിഞ്ഞു കിട്ടില്ല. ഇനി ഇതിൻ്റെ മേലെ തണ്ട് ഉണ്ടാവാനേ പാടില്ല. കറിവേപ്പില തണ്ട് അങ്ങനെ നിൽക്കും, തണ്ട് അടിഞ്ഞു കിട്ടില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകൊക്കെ പൊട്ടിച്ചാടുന്ന കുട്ടിയൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്ത് അവയ്ക്ക് പൊട്ടിച്ചാടാൻ പറ്റില്ല. അത് അവരുടെ ഉള്ളിലേക്ക് എത്തും. നമ്മളിട്ട സാധനങ്ങൾ അവരുടെ ഉള്ളിലേക്ക് എത്തും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തത് ഇങ്ങനെ നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തത് ഇതിലേക്ക് ഇടുക. ഈ ഉള്ളി ഇടുക. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് ഉപ്പ് വെള്ളം കലക്കി വെച്ചതാണ്, അത് അവിടെ നിൽക്കട്ടെ. ഇതിലേക്കിടാം ഈ ഗോതമ്പ് പൊടി. അതിലേക്ക് ഈ കടലമാവ് ഇട്ട് കൊടുക്കാം. ഒന്ന് കൈ വെച്ച് നമുക്കിത് നല്ലോണം ഞെരടി എടുക്കാം. ഗോതമ്പ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൈക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. കടലമാവ് മാത്രമാകുമ്പോൾ നമ്മളെ കൈക്ക് വല്ലാതെ ഒട്ടിപ്പിടിക്കും. അതാണ് ഗോതമ്പ് പൊടി കുറച്ച് കൂട്ടിയത്.
ലൂസായിട്ടല്ല എടുക്കേണ്ടത്. ഇത് നല്ല ചപ്പാത്തിക്ക് വെച്ച് കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല തിറ്റായി ഉറച്ച രീതിയിൽ നമുക്കടിപ്പോൾ തിരിയില്ല ഇതേപോലെ കിട്ടും. എങ്കിലേ നമുക്ക് കൈ വെച്ച് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിളക്കുമ്പോൾ ഇതിട്ട് കൊടുക്കാം. ഇത് സിമ്മിലാക്കി നല്ലോണം മൊരിഞ്ഞ് വരുന്നത് ഇതാക്കുക. പെട്ടെന്ന് തീ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളു വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഉള്ളു നല്ലോണം വേകുന്നത് വരെ നമ്മൾ സിമ്മിൽ വെച്ച് വേവിപ്പിക്കാം. നല്ല ഗ്യാസ് കിട്ടും. ഇവിടെ ആവട്ടെ, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതാവട്ടെ. ഇത് നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറാകുന്നത് മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഗോതമ്പ് പൊടി കൂട്ടിയിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് ഗോതമ്പ് പൊടി കൂട്ടുന്നത് നല്ലതാണ്. കടലിൻ്റെ മാവിൻ്റെ ടേസ്റ്റ് പോവുമോ, ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് വരുമോ ഒന്നും ചെയ്യില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇതും വാങ്ങിയിടാം. അടുത്തത് വെക്കാം. അടുത്തത് ഇട്ട് കൊടുക്കാം. അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ആയിട്ടുണ്ട്. നമുക്ക് മറ്റു വെള്ളം മാറ്റി കൊടുക്കാം.
ഓരോന്നോരോന്നായി നമുക്കിത് പരത്തിയിട്ട് വറുത്ത് കോരാം. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്ന് അങ്ങനെ വറുത്ത് കോരാം. അങ്ങനെ എല്ലാം വറുത്ത് കോരുന്നുണ്ട്. ഇത് ലാസ്റ്റത്തതും കൂടി ഏകദേശമായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, കുറച്ചും കൂടി ആവട്ടെ. അത് വെളിച്ചെണ്ണ കിടന്നിട്ട് നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിലുള്ള ഉള്ളിവടയാണ്. ഗോതമ്പ് പൊടി ചേർത്തെന്ന് വെച്ച് ഒരു ടേസ്റ്റിന് വ്യത്യാസമില്ല. അടിപൊളിയാണ്. ഉള്ളി നല്ല സോഫ്റ്റാണ്, ക്രിപ്സിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മളിതെല്ലാം ആയിട്ടുണ്ട്. നമ്മളെ ഉള്ളിവട ഇവിടെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇതാണ്, നല്ല കളറാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീണ്ടും വീണ്ടും ഞാൻ പുതിയ വീഡിയോ ആയി വരണ്ടെങ്കിൽ നിങ്ങളുടെ സഹകരണമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളത് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം വേണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. പിന്നെ പ്രധാനമായി വേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.